ഹലോ ഗൈസ്, ഇന്ന് ചുമ്മാ വീട്ടിലിരുന്നപ്പം എന്തെങ്കിലും വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ട്. അപ്പം അവിടെ അത് ശിവൻ കോവിലാണ്. അപ്പം ഈ വരുന്ന ഫെബ്രുവരി 15-ാം തീയതി ശിവരാത്രി ആയതുകൊണ്ട് തന്നെ ഇവിടെ അതിൻ്റെ എന്താ പറയേണ്ട ഡെക്കറേഷൻ പരിപാടി പ്രിപ്പറേഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കണം. ക്ലീനിങ്ങും പിന്നെ ഓരോ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ ടീമുകളും എല്ലാം ഒന്നൊന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ അത് എടുക്കാം എന്ന് വിചാരിച്ചു. അപ്പം 1-2 ക്ലിപ്പുകളാണ് ആദ്യം കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ 2-3 ദിവസത്തെ ക്ലിപ്പ് എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് ഒരു ദിവസത്തതല്ല, 2-3 ദിവസത്തെ വീഡിയോ ചേർന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആയി എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു ശിവരാത്രി പ്രിപ്പറേഷൻ എന്ന് നമുക്ക് ഈ വീഡിയോയ്ക്കൊരു പേരിടാം. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിപ്പോൾ വീട്ടിൻ്റെ ടെറസിലാണ് നിൽക്കുന്നത്. അവിടുത്തെ കാഴ്ചകളാണ് ഈ കാണുന്നതെല്ലാം. ഇതൊക്കെയാണ് ശിവൻ കോവിൽ, തളിയാതിച്ചപുര ശിവക്ഷേത്രമാണ്. അങ്ങനെ ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതാണ് എന്താ പറയേണ്ടത്, അവിടെ ഒരു ശിവലിംഗമുണ്ട്. അതൊരു പഴയൊരു ശിവലിംഗമാണ്. പിന്നെ നമ്മൾ ഇവിടെ എന്താ പറയുക, ഇവിടെയാണ് ഫുഡിൻ്റെ ഒക്കെ സംഭവങ്ങൾ ഇവിടെയാണ് അവർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെയാണ് പാചകം. അപ്പം ഇവിടെ ഫുഡ് പ്രിപ്പയറൊക്കെ ചെയ്ത ശേഷം അതുകൊണ്ട് ഇവിടെ 2 ചേട്ടന്മാർ, 2 അങ്കിളുമാർ ഇവിടെ ജോലി ചെയ്യുന്നില്ലേ, അവിടെ ഫുഡ് കൊടുക്കുന്നതാണ്. അവിടെ തന്നെ ഒരു സൈഡിൽ ഇരുന്ന് കഴിക്കാനുള്ള സ്പേസും കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. ഇനിയിപ്പോൾ ഷീറ്റും കാര്യങ്ങളൊക്കെ വരും. ഇനി ഇവിടെ ഈ കാണുന്ന മരത്തിലൊക്കെ ലൈറ്റും അങ്ങനെയൊക്കെ വരും. അത് മാവാണത്. അപ്പോൾ അങ്ങനെ ഏതാണ്ട് ഇനിയിപ്പോൾ ഇവിടെ പെയിൻറ്റും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇനിയും ഒരുപാട് വർക്കുകൾ പെൻഡിങ് ആണ്. ഓരോന്നായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഉണ്ട് ഇവിടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വരും. ഇവിടെ കമ്പിക്ക് കുറച്ച് ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടുത്തെ ഷീറ്റുമായിട്ട് അവരങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു കയറ് വെച്ച് കെട്ടി ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയാനില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് നടക്കണമെന്നുള്ളത് ഞാൻ ഫസ്റ്റ് ഡേ മുതൽ ഞാൻ ഓരോരോ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നതാണ്. അപ്പം ഇനി എന്തൊക്കെയാണ് നടക്കണമെന്നുള്ളത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങളായിരിക്കും ഇനി ഇതിൽ വരുന്നത്. ഇനി എൻ്റെ വോയിസ് ഓവറൊന്നും കാണുന്നതായിരിക്കില്ല. അപ്പോൾ നമുക്ക് ഒന്നൊന്നായിട്ട് ഇതിൽ കണ്ടുപോകാം. ഇത് ചിലപ്പം കുറച്ച് ലെങ്തി ആവാനാണ് ചാൻസ്. എഡിറ്റ് ചെയ്യുമ്പോഴേ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പം എന്തായാലും നിങ്ങളത് കണ്ട് സപ്പോർട്ട് ചെയ്യുക.
ഇത് ലൈറ്റ് ഇടുന്നതാണ്. മാവിൽ പല പല വെറൈറ്റി കളേഴ്സിൽ ലൈറ്റ് ഇടുന്നതാണ് കാണുന്നത്. ഒരു ചേട്ടൻ മോളിൽ കയറി നിന്ന് ലൈറ്റ് ഇത് കാണുന്നത്. നിങ്ങൾക്കിത് ക്ലിയറായി കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ക്യാമറ കൂടെ എങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല. എഡിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അറിയാവൂ. താഴെ ഒരാൾ നിൽക്കുന്നുണ്ട്. മുകളിലും താഴെ നിന്നാണ് പരിപാടി ചെയ്തുകൊണ്ടിരുന്നത്. ഇതുണ്ട്. ദർശന പുണ്യം നേടാനൊരു ദേവസന്നിധി, വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന വിശ്വാസ തേജസ് വാഴുന്ന പുണ്യം ഭൂമി, കലിയുഗ ദുരിത മോക്ഷപ്രാപ്തി. ഇത്തിരി നേരം നിങ്ങൾ കണ്ടത് ഡേ വിഷ്വലായിരുന്നു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നൈറ്റാണ്. അപ്പം നമുക്ക് അത് സെക്കൻഡ് പാർട്ടായിട്ട് ഇടാം.
ഇതിപ്പോൾ ലെങ്ത്ത് കൂടിയോ ഇല്ലയെന്ന് എനിക്കറിയില്ല, എഡിറ്റ് ചെയ്യുമ്പോൾ അറിയാവൂ. അപ്പം നമുക്കിത് സെക്കൻഡ് പാർട്ടായിട്ട് ഇടാം. ഫസ്റ്റ് പാർട്ട് വന്ന് ഡേ എന്തൊക്കെ നടന്നു എന്നുള്ളതാണ്. ഇനി അത് കുറച്ച് ദിവസം എടുത്ത് വെച്ച വിഷ്വലാണ്. ഇന്ന് ഡേ വരെ എന്ന് വെച്ചാൽ ഇന്നിപ്പം തേഴ്സ്ഡേ ആയി. അപ്പോൾ തേഴ്സ്ഡേ ഡേ വരെ ഉള്ളതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി എടുക്കാൻ പോകുന്നത് തേഴ്സ്ഡേ നൈറ്റ് മുതലുള്ള വിഷ്വലാണ്. തേഴ്സ്ഡേ നൈറ്റ് എന്തൊക്കെ നമുക്ക് വിഷ്വൽസ് കിട്ടുന്നൊന്നും അറിയില്ല, എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് എടുത്തിട്ട് നമുക്ക് ആ വിഷ്വലും ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ അത് സെക്കൻഡ് പാർട്ടായിട്ടായിരിക്കും നിങ്ങളത് കാണുന്നത്, അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അടുത്ത സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും.